ഇങ്ങനെ ട്രിപ്പുകൾ പോകാൻ സാനിക്ക് കൊടുന്ന ഇത്ര തോന്നെ ആനുവൽ ലീവ് എന്ന് ചോദിക്കണേക്കുള്ള ഉത്തരാണ് ഇത് കേട്ടോ. കണ്ടിന്യൂസ് 4 ദിവസത്തെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ചത്തു വരുന്ന എന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. വീട്ടിലെത്തി ഡ്രസ്സ് മാറ്റി ഞാൻ നേരെ ഹോസ്പിറ്റലിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. തിരിച്ചു വന്ന് കുറച്ച് ഇറങ്ങി എണീറ്റതിന് ശേഷം ഞാനിതാ നാളത്തെ എന്റെ ട്രിപ്പിന് വേണ്ടി പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിലെ ഗേൾസിനെ കൂട്ടിയിട്ടുള്ള ഒരു ഗേൾസ് ട്രിപ്പ് ആണ് ഞാൻ ഈ പോകുന്നത്. നാളെ ഏർലി മോർണിംഗ് ആണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. ഞാനല്ലാത്ത ബാക്കി എല്ലാവരുടെയും ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. അതും ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ട്രിപ്പോളി സാനിയുടെ കൂടെ. അങ്ങനെ ഔട്ട്ഫിറ്റും ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയായി. ഞങ്ങൾ മൊത്തം 4 പേരാണ് ട്രിപ്പിലുള്ളത്. അതിൽ ഞങ്ങൾ പോണത് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ പുലർച്ചെ ടാക്സി വിളിച്ചത് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ. അങ്ങനെ ഞാൻ ബാക്ക് ടു മൈ ഫേവറേറ്റ് പ്ലേസ് മാഞ്ചസ്റ്റർ എയർപോർട്ട്. ട്രാവൽ ടിപ്പ് നമ്പർ 1, 100 ml മുകളിലുള്ള ഒരു ലിക്വിഡ്സും നമ്മൾ ഹാൻഡ് ലഗേജിൽ ക്യാരി ചെയ്യാൻ പാടില്ല. ടിപ്പ് നമ്പർ 2, പാക്ക് ചെയ്യുമ്പോൾ തന്നെ ലിക്വിഡ്സ് വേറെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗേജ് ചെക്കിംഗ് ഈസി ആക്കാം. ടിപ്പ് നമ്പർ 3, ഫ്ലൈറ്റ് ടിക്കറ്റിൽ ബാഗിന്റെ ഡയമെൻഷൻസ് കറക്റ്റ് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പെട്ട പോലെ പെടും. ലാസ്റ്റ് 4 ഡ്രസ്സ് അട്ടിമലട്ടിയിട്ട് ഫ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാൻ എന്റെ 12ാമത്തെ രാജ്യത്ത് എത്തിക്കുകയാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ടുള്ളൂ, എന്തായാലും ഉപകാരപ്പെടും. അപ്പോ ഇനി കാണാം മൊറോക്കൻ വിശേഷങ്ങൾ.